ഹായ് മിച്ചവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്കിവിടെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ, നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം ആ ചായയോടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കടി വേണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ, അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു കിണ്ണം കാച്ചിയ ഒരു കട്ട്ലേറ്റ്. എങ്ങനെയെന്നല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതേ നല്ല അടിപൊളി ഒരു കുക്കർ സെറ്റാക്കുക. അതിനുശേഷം ഇതേ ക്യാരറ്റും നമ്മൾ ഉരുളക്കിഴങ്ങ് കേട്ടോ നല്ലതുപോലെ കഴുകിയതാണ് രണ്ടും. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഞാൻ മാറ്റിയിട്ടില്ല, അത് മാറ്റാം കേട്ടോ. അതിനുശേഷം ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. അതായത് ഞാനിങ്ങനെ ഇട്ടതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഉരുളക്കിഴങ്ങ് അതിന് ശേഷം നമുക്ക് തൊലി എടുത്ത് മാറ്റാം കേട്ടോ. അതിൻ്റെ പുറമെ നമുക്കിങ്ങനെ തൊലി പൊളിച്ച് മാറ്റാം. പക്ഷേ നമുക്ക് തൊലി അല്ലാതെ ചിരണ്ടിക്കൊണ്ടിരിക്കേണ്ട ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടെന്ന് പരിപാടി ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ക്യാരറ്റ് ഇതേപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിനെ ഉടച്ചെടുക്കണം കേട്ടോ. ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ പുറം തോലൂടെ ഒന്നെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ എടുത്ത് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, ഇതിൽ സാവകാശത്തിലൂടെ ചെയ്യാനേ. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പുറം തൊലി ഇതേപോലെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാ തൊലികളും നമുക്ക് ഇതേപോലെ ഉരുളക്കിഴങ്ങിന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങിനെയും നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിൽ വേണ്ടിയിട്ടുള്ള വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. മുട്ട വേണം, അതുപോലെ തന്നെ ബ്രെഡൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അടുത്ത് നമുക്കൊരു ചീനച്ചട്ടി സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ സ്റ്റൗവിലൊരു ചീനച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്തു. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ചെറിയ ഒരു കളറാകുന്ന സമയം മുതൽ നമുക്കിതിൽ ബാക്കിയുള്ള ഐറ്റംസ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചേർക്കുന്ന മുളകാണേ. അപ്പോൾ മുളക് വേണമെങ്കിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്രയും വലിപ്പത്തിനിട്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ എടുത്ത് പെട്ടെന്ന് മാറ്റി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കളർ മാറി വരുന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ കളർ മാറിയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കാദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം മുളക് പൊടി, അതിനുശേഷം ഗരം മസാല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഉപ്പ് കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും മസാലയിലും നിങ്ങൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തോണം. അതിനുശേഷം നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ നമ്മൾ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല കുഴച്ചൊന്നെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കണം. നമ്മൾ അടുത്ത പരിപാടി നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ബ്രെഡ് കേട്ടോ. അപ്പോൾ അതിൽ 2 ബ്രെഡ് എടുത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഇത് പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊടിച്ചത് 2 നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ ഒരു മുട്ടയും സെറ്റാക്കി നമുക്ക് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മളത് എല്ലാം കൂടെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇപ്പോഴത്തെ നമ്മൾ ഐറ്റം നല്ല ക്ലിയറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവി കാണുമ്പോൾ മനസ്സിലാകത്തോളം ചൂടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു കുഞ്ഞ് തവി എന്ന് തന്നെ പറയാമല്ലേ, ഒരു കുഞ്ഞ് തവി ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നമ്മൾ ആ സ്പൂണിലിങ്ങനെ, ഇതാണ് എൻ്റെ ഒരു അളവ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു അളവിനും അതിൻ്റെ ഒരു ഷേപ്പിനും വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കയ്യിൽ വെച്ച് ഇത് സെറ്റാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ക്ലിയർ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഒരേ അളവിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സ്പൂണിൽ നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തപ്പം ഏകദേശം ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കൈവച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് സൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് പതുക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് പരിപാടി പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഐറ്റം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോയിൽ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇതിനെ ഒന്ന് മുട്ടയിൽ കേട്ടോ, ഈ മുട്ടയിൽ ഞാൻ ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രെഡ് പൊടിയിലായിട്ട് കേട്ടോ, ഞാൻ രണ്ടാമത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചട്ടിയിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഓൾറെഡി വേറൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മളെല്ലാം കാണിച്ച് ആണ് വീഡിയോ ചെയ്യാറെങ്കിലും ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ വേണ്ടാന്ന് കരുതി കേട്ടോ. അതായത് എല്ലാം അറിയാമെന്നുള്ളതാണ്, നമ്മളിങ്ങനെ പോകുന്നതിനൊപ്പിച്ച് ഇങ്ങനെ പറഞ്ഞ് പോകാൻ കരുതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് മറിച്ചിട്ടതാണ് നമ്മൾ യഥാർത്ഥ ആ ഒരു പരുവം കേട്ടോ. ആ ഒരു കളറാണ് നല്ലൊരു ആ ബ്രൗണൊക്കെ മാറി ആ ഒരു കളറാണ് നല്ല ബ്രൗൺ കളറാക്കി നടക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ഐറ്റം ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചീനിച്ചട്ടിക്കകത്ത് ഞാനിപ്പോൾ 3 മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതിനെ കൂടെ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എല്ലാത്തിൻ്റെ അതിൻ്റെ അതേപോലെ എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വീണ്ടും ബാലൻസ് ഉള്ളതിനെ കൂടെ നമ്മൾ ഇതേപോലെ പെട്ടെന്ന് സെറ്റാക്കി എടുക്കുകയാണേ. ഹായ് മച്ചന്മാരെ, അങ്ങനെ നമ്മളെ കട്ട്ലേറ്റ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നത് കഴിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എന്തായാലും ഇതേ ഒരെണ്ണം കയ്യിലെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് എങ്കിലെന്തേ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ചെന്തായാലും അതൊന്ന് കഴിക്കാൻ പോകണം കേട്ടോ. മച്ചാന്മാരെ കിട്ടിയില്ലായിരുന്നു കേട്ടോ. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മച്ചാന്മാരെ. ഇത് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിപൊളിയാണേ. ചെറിയ ചൂടുണ്ടേ. മച്ചാന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി കട്ട്ലേറ്റാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോയിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.